സമ്മതമാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെ പറഞ്ഞൊന്നല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മൂന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോകുമെന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കുക. ഇനി അമ്മൂന്റെ കല്യാണം. താൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ. എന്നെ പറഞ്ഞ വീട്ടിലെ അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന് ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക. എനിക്ക് പേടിയാ വല്ലമ്മ. എന്താ കുട്ടി ഇത്? എന്തിനാ പേടിക്കണത്? പറഞ്ഞേക്കാണ് നന്ദ. പോകാൻ പറ്റില്ല മോളെ. ഇനി നിന്റെ വീടതല്ലേ. അവിടെ നിന്റെ ഇഷ്ടത്തിന് നിൽക്കാൻ ആളുണ്ടായെന്ന് വരില്ല. കുട്ടികളൊക്കെ നിർത്തണം. പേളിന്റെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നോക്കാൻ. എന്നോട് വഴക്കുകൊണ്ടോലെ അവനോട് വഴക്കൂടരുത്. എന്നെ നന്ദാന്ന് വിളിക്കണ പോലെ അവനെ പേര് വിളിക്കരുത്. പറയുന്നൊക്കെ മനസ്സിലാവുണ്ടോ? ഇനി സ്വസ്ഥായി. 2 കുട്ടികളും ഓരോ സ്ഥിതിയിലായല്ലോ. ഒക്കെ ഈശ്വരാധീനം. എല്ലാം അവിടെ പറയാന്നല്ലാണ്ടല്ല. അതെ, അറിയില്ല കേട്ടോ. ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗിയാക്കി നടത്തും. 2 കല്യാണങ്ങളും ഒന്നിച്ച് നടത്തിയാ മതി എന്ന് പറഞ്ഞു നന്ദഗോപാലൻ. അപ്പോഴല്ലേ ജാതകത്തിന്റെ പ്രശ്നവും ജോലിയുടെ പ്രശ്നവും വന്നത്. ഒക്കെ പറഞ്ഞ് ശരിയാക്കില്ലേ ഞാൻ. ഇപ്പൊ കാര്യങ്ങളൊക്കെ ശുഭായില്ലേ? എന്താ ഈ ബന്ധങ്ങളെന്നൊക്കെ പറഞ്ഞ ജീവിതത്തിലൊരു ഭാഗ്യം തന്നെയാ. അത് ശരിയാവാണ്ടെന്ന് അറിയിക്കണവരെത്രയാ. പറയണില് തെറ്റുണ്ടോന്ന് എനിക്ക് നിശ്ചയില്ല. എല്ലാം തുറന്നു പറഞ്ഞ പ്രകൃതമാണല്ലോ എനിക്കുള്ളത്. വേണുവിന് കിട്ടിയ കുട്ടിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടോന്ന് എനിക്ക് സംശയം. ഒന്നും മിണ്ടാണ്ടിരിക്കേ. എല്ലാം തുറന്നു പറയാന്നല്ല നിങ്ങളുടെ സ്വഭാവം. എല്ലാം കൊനിഷ്ടാക്കി പറയാന്ന. അയ്യോ, വെറുതെ തോന്നിയാ ഗോമതിയമ്മേ. അമ്മ ശുദ്ധഭാവാ. അന്ന് ആദ്യമായി നന്ദഗോപാലിന്റെ വീട്ടിൽ പോയപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി. ഇത്തിരി കുസൃതി ഉണ്ടെന്ന് മാത്രം. ചെറിയ കുട്ടിയല്ലേ അവളെ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വേണു, അമ്മു, ദേ എവരെ ഇറങ്ങാന്ന്. വേണോട്ട് മെനു പൊയ്ക്കോളൂ, ഞാനില്ല. നിന്നെ കാണാനും കൂടി അവരോട് വന്നിരിക്കുന്നേ. അവിടെ ഒരു തടിച്ചുണ്ട്, ഒരു ഇടുമ്പി. ഈ മാല എത്ര പോനാ? ആ ചെയിൻ എവിടുന്ന് വാങ്ങിയതാ? കമ്മലിന്റെ ഡിസൈൻ ആര് തെരഞ്ഞെടുത്താ? കണ്ടോട് എനിക്കതിനെ. അമ്മ, ഞാൻ നിങ്ങളെന്താ വരാത്തെ? അവര് പോകാൻ നിൽക്കുന്നു. അവള് വരണില്ലെന്ന്. അവര് പൊയ്ക്കോട്ടെ അച്ഛാ. ഒന്നങ്ങട് വരുന്നേ. ഞാനില്ല, ഞാനില്ലെന്ന് പറഞ്ഞില്ലേ. അമ്മുന് തലവേദനയാ, കിടക്കയാ, ക്ഷീണം ഉണ്ടാവും. അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇനിയും കാണാം. എന്നാ ഇറങ്ങല്ലേ? ഇറങ്ങ. മോശമായി പോയി നീ ഉമ്മറത്തേക്ക് ചെല്ലാഞ്ഞത്. എന്ത് മോശം? ആ ഇടുമ്പി എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലേ. അച്ഛന് വല്ലാത്ത വിഷമായി. എന്തിന്? അച്ഛൻ വന്ന് വിളിച്ചിട്ട് നീ ചെല്ലാഞ്ഞതിന്. അനുസരണക്കേട് അച്ഛന് ഇഷ്ടമല്ല. അച്ഛനൊരു മാഷാണേ. അയ്യോ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. ഞാനും ഒരു മാഷാണ്. സോറി,
അച്ഛനോടുള്ള അനുസരണക്കേട് കൊണ്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി മാപ്പ് പറയാം. അച്ഛാ, ഞാൻ ഇമ്മർത്തേക്ക് വരാത്തതിന് അച്ഛന് വിഷമമാണോ? ഓ സാരല്ല. അച്ഛനോടുള്ള വിരോധമുണ്ടെന്നല്ല, ആ അമ്മ ഇഷ്ടമില്ലാത്തതുണ്ടല്ലേ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. സാരല്ലോ അവളെ, അച്ഛനത് എപ്പോഴേ മറന്നു. അമ്മോ, എന്താ എന്ത് വെച്ചു നന്ദേട്ടാ? ഒന്നുമില്ല, ഒരു ചീത്ത സ്വപ്നം കണ്ടു. അത് ഈ സന്ധ്യക്ക് കിടന്നിങ്ങനെ ഉറങ്ങിയിട്ടല്ലേ? വരൂ, താഴേക്ക് പോം. ഈ വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല അവള്. അവിടെ എങ്ങനെ ഉണ്ടാവോ? നന്ദേട്ടൻ ഇങ്ങനെ പരിഭ്രമിച്ചാലോ? ഒന്നിനെ കൊണം പോകുന്ന കുട്ടിയല്ലേ അവള്. ഇപ്പോഴും കൊച്ചുകുട്ടിയെന്ന വിചാരം. ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ അവള്. ഇതുവരെ തലയിലും താഴത്തും വെക്കാതെ നോക്കാൻ ഞാനുണ്ടായിരുന്നു. എന്താ നന്ദേട്ടാ ഇത്? അവിടെ അവളെ നോക്കാൻ വേണമില്ലേ? അച്ഛനില്ലേ? ആ, എല്ലാരും ഉണ്ട്. ഗൗരിയുടെയും വേണുവിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് വരുമ്പോഴും ഇതെന്നായിരുന്നു സ്ഥിതി. പെണ്ണുങ്ങൾ ആരും ഇല്ല വീട്ടിലെ. അച്ഛനും അച്ഛന്റെ ഏട്ടനും മാത്രം. അവിടെ നേരെ മറിച്ചാ. എല്ലാരും പെണ്ണുങ്ങളാ. നന്ദ മാത്രമേ ആണായിട്ടുള്ളൂ. അതെന്താ? കുട്ടിയമ്മയുടെയും പരമന്റെയും കാര്യ ഞാൻ പറയണേ. കുട്ടിയമ്മ കഥകളിയില് പെൺവേഷം കിട്ടിയിരുന്ന ആളാ. പരമനില്ലേ, പെണ്ണച്ചിന്റെ ഭർത്താവ്, അയാൾക്ക് ഭഗവതിന്റെ വേഷം കിട്ടില്ല പണി. അങ്ങനെ രണ്ടുപേരും പെണ്ണുങ്ങളാ. ഇത് കൊണ്ട് ബോളിലോട്ടിയല്ലേ. പുതുമണവാട്ടിയെ അറയിലാക്കാൻ ഇവിടെ അമ്മായിയോ ചെറിയമ്മയോ ആരുമില്ല. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നീയാണ് നോക്കേണ്ടത്. ഗൃഹലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മാസികയുടെ പേരില്ലേച്ചാ? എന്നെ കൊണ്ട് ആവും പോലെയൊക്കെ മണിയേറെ അലങ്കരിച്ചിട്ടില്ലേ? ട്ടാ. ഇനി ഈ കണ്ടഭാരങ്ങളും കർണഭാരങ്ങളൊക്കെ അയച്ചേക്കണം. പിന്നെ ഒരു സിമ്പിൾ ചെയിൻ, കാവിലൊരു ചെറിയ കമ്മല്. ഒറ്റ കാതിലോ? ഈ ടി വിയിൽ കാണുന്ന പാട്ടുകാരെ പോലെ? അതല്ല, 2 കാതിലും ഓരോ ചെറിയ കമ്മല്, 2 വള, അത്ര മതി. ഈ ഭാരങ്ങളൊന്നും ഇല്ലാതെ തന്നെ എന്റെ അമ്മ വളരെ സുന്ദരിയാ. അതൊക്കെ പോട്ടെ, വീടൊക്കെ കണ്ടോ? വീടൊക്കെ ഞാൻ കണ്ടു. ചെറിയ വീടാ. ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബമെന്നാ. അത് രാഷ്ട്രീയക്കാരുടെ മുദ്രാവാക്യല്ല വെള്ളച്ചു പറയുന്നത്. രാഷ്ട്രീയക്കാരുടെ അല്ല, കുടുംബാസൂത്രണക്കാരുടെ. അതിന് നമുക്ക് 7 കുട്ടികൾ ഉണ്ടാവുന്നാണല്ലോ കൈനോട്ടക്കാരി പറഞ്ഞത്. അയ്യോ, ഇതിനൊക്കെ ആര് പോറ്റും? ഞാൻ. എനിക്ക് പിന്നെ വേറെന്താ പണി? വേണുവിനെ കുട്ടികളെ നോക്കാന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പൈസ വേണ്ടേ? പൈസ ഇഷ്ടംപോലെ നന്ദന്റെ കയ്യിലുണ്ട്. ആരും ഇതിന്റെ മുകളിൽ മുല്ലപ്പെട്ടിരിക്കണേ? അത് മണിയാറ് ഒരുക്കി വെച്ചിരിക്കുന്നല്ലേ? എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? കല്യാണം നേരത്തെ ഒരു ഇത്തിരി സമയത്തേക്ക് ഞാൻ എങ്ങനെ ഈ മുല്ലപ്പൂന്റെ നാറ്റ് സഹിച്ചെന്ന് എനിക്കേ അറിയൂ. ഞാനിത് ആദ്യമായിട്ട് കേൾക്ക. മുല്ലപ്പൂര് നാറ്റോ? അതെ, നാറ്റം തന്നെ. എനിക്ക് തലവേദന എടുക്കും. പക്ക പറയും, അച്ഛൻ മെനക്കെട്ട് അലങ്കരിച്ച. നിനക്ക് അലങ്കരിച്ചിരിക്കുന്നു. നിങ്ങളുടെ എത്ര പേർ ജോലിയൊന്നുമില്ലേ? അയ്യോ, വലിയൊരു പാമ്പ്. മൂർഖനാ, പേടിച്ചു പോയി. നന്ദനും കയറിയിരിക്കുന്ന വരണ വഴിയേ. എവിടെ പാമ്പ്? തൊടിയില്. ഞാൻ പറഞ്ഞിട്ടില്ലേ തൊടിയിലൊന്നും ഇറങ്ങി നടക്കണ്ടെന്ന്. മത്തമല്ലിയില്ലേ മത്തൻ, എത്ര വലുതായി നോക്കാൻ പോയതാ ഞാൻ. അച്ഛനും വേണു ഇവിടെ. വേണുട്ടൻ കോളേജിന് വന്നിട്ടില്ല. അച്ഛൻ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതാ. വീടിന്റെ അകത്ത് പേടിപ്പിക്കുന്ന ജീവികളെന്നെന്താ? പൂച്ച, എട്ടുകാലി. ഇന്നാലെന്റെ അടുക്കളയിൽ ഒരു പോക്കാച്ചി തവള. ദാ ഇത്രയുണ്ട്. അതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അമ്മ വലിയ വീട്ടിൽ വളർന്നോണ്ട് തോന്നുന്നതാ. കുറച്ചു കഴിഞ്ഞ് എല്ലാം ശരിയാവും. എവിടെ ശരിയാവാനാ? ഓരോ ദിവസം പുതിയ പുതിയ പേടികളാ. മനസ്സ് പേടിക്കുക രാവിലെ എണീക്കുമ്പോ മുതല്. നന്ദാ, ഞാൻ നമ്മുടെ അവിടേക്ക് വന്നോട്ടെ? നിനക്ക് എപ്പോ വേണല്ലോ അങ്ങോട്ട് വരാലോ. പക്ഷേ നീ ഇവിടെയല്ലേ മോളെ നിൽക്കേണ്ടത്. എന്നാലും ഈ ഡേഞ്ചറസ് സർക്കംസ്റ്റൻസസിൽ എങ്ങനെ കഴിഞ്ഞുകൂടുക? നീ വേണമെന്നോട് പറയും കുറച്ചു ദിവസം അവിടെ നിൽക്കാൻ. അല്ലെങ്കിൽ കുറച്ചു ദിവസം ആക്കണേ, അവിടെ ധാരാളം സ്ഥലം ഉണ്ടല്ലോ. നന്ദേട്ടൻ തന്നെ വേണുനോട് ചോദിച്ചോളൂ. ഞാൻ വരുന്നുണ്ട്. വാ അമ്മ. നിങ്ങളെപ്പോ വന്നു? വന്നോളൂ. ഞങ്ങള് 3-4 ദിവസമായിട്ട് പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ഇന്ന് നാളെന്ന് പറഞ്ഞാൽ നീണ്ടു. അങ്ങോട്ട് കാണാത്തോണ്ട് ഇങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. നിങ്ങൾക്ക് കുറച്ച് ദിവസം അവിടെ ഒന്ന് താമസിച്ചൂടെ? കോളേജിൽ പോകാൻ അവിടെ നല്ല അടുത്ത്. അപ്പൊ ഇവിടെയൊക്കെ ആര് നോക്കും? അമ്മൂനെ ഇവിടെ പിടിക്കണ്ടാവില്ല. ഓരോ ദിവസം ഓരോ പേടികളാ. ആദ്യം കുറച്ച് ദിവസത്തിന് പ്രയാസം ഉണ്ടായിരുന്നു. അത് ആർക്കായാലും ഉണ്ടാവില്ലേ? ഇപ്പൊക്കെ ശരിയായി. ഇവിടുത്തെ പോലെ അവിടെയും കരുതാം. അമ്മൂന്റെ ഒരു സേഫ്റ്റിയോട് ആലോചിക്കുമ്പോ ഇവിടെയും ഷീസ് ക്വൈറ്റ് സേഫ്.
ഒന്നുകൂടെ ആലോചിക്ക്. നിങ്ങൾ രണ്ടാളും അവിടെ ഒന്ന് താമസിക്കുന്ന എന്റെ അഭിപ്രായം. നന്ദേന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ എനിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഉണ്ടാവില്ലോ. രാവിലെ ഇറങ്ങിയത് അമ്മു വേണു. എന്താ ഇത്ര വേണോ? കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ അങ്ങനെ തന്നെയാ, ഓരോരുത്തരും അവരവരുടെ വഴി നോക്കി പോകും. അതിന് തന്നെയാണല്ലോ അവരെ കല്യാണം കഴിച്ചു വിട്ടിരിക്കണേ. അല്ലെങ്കിൽ ഇത് മാഷയുടെ പിറന്നാളായിട്ട് ഉച്ചയ്ക്ക് അച്ഛൻ്റെ കൂടെ ഊണ് കഴിക്കാനും കൂടി നിൽക്കാണ്ട് പുറത്തു പോവോ? ഈ രാധ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പായസം കിട്ടി. അതവൾ ഓർമ്മിച്ച് കൊണ്ടുവന്നല്ലോ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കല്ലെന്നൊരു ചൊല്ലു കേട്ടിട്ടുണ്ട്. ഏയ്, ഒരു ചൊല്ലിലും കൊഴു വന്നിട്ടില്ല. അവർക്ക് ഇന്നല്ലേ ഒരു ഒഴിവുള്ളൂ. ഞാൻ പോന്നു. അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വന്നോ? ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. എന്തെങ്കിലും കഴിച്ചോ നിങ്ങൾ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചു. കല്യാണം കഴിഞ്ഞതോടെ വേണു ആളാകെ മാറി. അച്ഛന്റെ പിറന്നാളാണെന്നുള്ള കാര്യം മറന്നു. അതെ, വേണോട്ടൻ എന്നോട് പറഞ്ഞില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ അന്വേഷിച്ചറിയണ്ടേ? ആരെങ്കിലും പറഞ്ഞുതരാതെ ഞാനെങ്ങനെ അറിയാ? അറിഞ്ഞിരുന്നു വെച്ചാല് ഞങ്ങൾ പുറത്തു പോയി ഭക്ഷണം കഴിക്കോ? സാരമില്ല. ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കാം. 18-ാം തീയതി. തൽക്കാലം അങ്ങനെ സമാധാനിക്കുക. പോയ ബുദ്ധി ആന പിടിച്ചാൽ വരില്ലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണെങ്കിൽ പ്രത്യേകിച്ചും. കേറി വരണ പെണ്ണുങ്ങൾ നന്നാവണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ വലിയേറി വന്നൊന്നുമല്ല. അങ്ങനെ അവര് പറഞ്ഞില്ല. അങ്ങനെ തന്നെ അവര് പറഞ്ഞതിപ്പോ. ഇനി ഇത് വഴക്കാവണ്ട ഗോമതി, നമുക്ക് പോവാം. ഞാൻ എന്ത് പറഞ്ഞാലും വഴക്ക്. ഈ ഇടുപ്പ് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നീ എന്താണ് എന്നെ വിളിച്ചത്? എപ്പോഴും വിളിക്കണ എന്നെ ഇടുപ്പി. നീ ഒന്നും മിണ്ടാതിരിക്കേ. ഇതിനോട് മിണ്ടായിരിക്കാൻ പറയാം. ആദ്യം കുറെ സംസ്കൃത ശ്ലോകങ്ങൾ വരും. വൈകുന്നേരമാകുമ്പോ പരദൂഷണം പറയാം. മോളെ, വാക്ക് കുറച്ച് അവര് പോകുന്നു. മോളത്രേ അച്ഛൻ അവരോട് തന്നെയാ. അവരെന്തെങ്കിലും പറഞ്ഞാലും നിനക്ക് സഹിത്തൂടെ? മൂത്തോരല്ലേ അവര്? അവരുടെ അകപ്പെട്ട് ഞാനെന്തിനു സഹിക്കണം? അമ്മ, നീ ഒന്നും മിണ്ടാതിരിക്കട്ടോ. ഈ ഇടുപ്പി പറയുന്നത് നിങ്ങളൊക്കെ കേട്ടോളൂ. എന്നെ കൊണ്ട് വയ്യ. കേട്ടില്ലേ അഹങ്കാരം പറയണത്? ആഹാ, ഞാൻ പറയുന്ന അഹങ്കാരം തോന്നിയാസം. ഇവറ്റിക്കൊക്കെ എന്തും പറയാം. എന്നോടുള്ള അസൂയ നിങ്ങൾക്ക് ഈ വയസ്സുകാലത്ത്. ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നുണ്ടുള്ള അസൂയ. അമ്മ, നീ അകത്തേക്ക് പോകുന്നുണ്ടോ? ഈ അസൂയ വെച്ചോണ്ട് നടന്നിട്ടോ നിങ്ങൾ ഒറ്റയ്ക്കായത്? നിങ്ങളുടെ ഭാര്യ വരെ. ബാർബിറ്റോൺ പതിവായി കഴിക്കാറുണ്ട്. അതൊക്കെ കല്യാണത്തിനിടയിൽ മറന്നിട്ടുണ്ടാവും. എന്നാൽ ഈ ചൊള്ളിതീനുള്ള കുട്ടിയാണല്ലോ. 4 കൊല്ലം തുടർച്ചയായി കഴിച്ചാൽ കംപ്ലീറ്റ് മാറുമെന്ന്. ചിലർക്ക് 4 കൊല്ലം, വേറെ ചിലർക്ക് 6 കൊല്ലാവും ഇത്. ഏതായാലും ഇനി എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. വേണു, സുഖമില്ലാത്ത കുട്ടിയാണ് അമ്മൂന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞില്ല. ആരോടും പറഞ്ഞിട്ടില്ല. ലോകം മുഴുവൻ അറിയിക്കേണ്ട കാര്യമില്ല ഇത്. എന്നാലും നിന്നെക്കൊണ്ട് സുഖമില്ലാത്ത ഒരു കുട്ടിയെ. ഇതൊരു മഹാരോഗമൊന്നുമല്ല അച്ഛാ, ക്യാൻസറോ പകർച്ചവ്യാധിയെ പോലെ. എന്നല്ല ഞാൻ പറഞ്ഞത്. വേണ്ടാന്ന് വെച്ചാ വേണ്ടാന്ന് വെക്കായിരുന്നു. ഇനി പറ്റില്ലല്ലോ. ഇപ്പോഴല്ല, നേരത്തെയും പറ്റില്ല അച്ഛാ. എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുന്നേ ഇവരുടെ കാര്യം പറഞ്ഞ അച്ഛനെന്നെ നാവ് കെട്ടിട്ടല്ലോ. തരം നടന്നിരിക്കുന്ന പെൺകുട്ടികളുടെ. നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല, അത്രയ്ക്ക് കുരുത്തക്കേട് ഞാൻ വാങ്ങിയേക്കില്ല. ഗൗരിയുടെ ജാതകദോഷത്തെ കുറിച്ച് ഞാനും ആലോചിച്ചു വെച്ചാൽ മതി. അസുഖമുള്ള കാര്യം അറിഞ്ഞപ്പോഴെങ്കിലും നീ പറഞ്ഞിരുന്നു വെച്ചാൽ. അപ്പോഴേക്കും വൈകി. കഴിഞ്ഞ കാര്യങ്ങള് ഇനി എന്തിനാച്ച പറയണേ? ഏർത്തി അനിയനും കൂടി ഈ വയസ്സരെ പറ്റിച്ചില്ലേ? ഇല്ലച്ചാ, കല്യാണം കഴിഞ്ഞിട്ടാണ് അമ്മോന് ഇങ്ങനെ അസുഖം വന്നെന്ന് വെച്ചാ നമ്മൾ ഉപേക്ഷിക്കോ അത് ചികിത്സിക്കോ? ഇതങ്ങനെ അല്ലല്ലോ. ആണെന്ന് വിശ്വസിച്ചാ ഈ വിഷമൊക്കെ മാറും. ഒക്കെ
ഓരോ വിശ്വാസങ്ങളല്ല അച്ഛാ.